ഭീഷണിപ്പെടുത്തിയും കണ്ണുമഞ്ഞളിക്കുന്ന ഓഫറുകൾ വാഗ്ദാനം ചെയ്തും ബി.ജെ.പി. പണമെറിഞ്ഞ് സത്യത്തെ വളച്ചൊടിക്കാൻ വലവിരിക്കുകയാണ്. ആ വലയിൽ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ സഞ്ജയ് കുമാറും വീണിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരിയെ പിന്തുണച്ചുകൊണ്ട് സഞ്ജയ് കുമാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഈ വർഷം നടന്ന ആദ്യ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനും ഇടയിൽ നാസിക് വെസ്റ്റിലെയും ഹിങ്നയിലെയും നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം യഥാക്രമം 47%, 43% വർദ്ധിച്ചതായി അവകാശപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുമായി എത്തിയിരുന്നു. രാംടെക്, ദേവാലി സീറ്റുകളിൽ യഥാക്രമം 38%, 36% വോട്ടർമാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ നേരമൊന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും പോസ്റ്റുകളെല്ലാം സഞ്ജയ് കുമാർ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യം രാഹുൽ പറഞ്ഞതാണ് ശരിയെന്ന് പറയുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തതിന് പിന്നിൽ ബി.ജെ.പിയുടെ കപട രാഷ്ട്രീയം തന്നെയാണെന്ന് ഒറ്റനോട്ടത്തിൽ പറയാം. ഭരണകക്ഷിയായ ബി.ജെ.പിയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് സഞ്ജയ് കുമാർ ക്ഷമാപണം നടത്തി ട്വീറ്റുകൾ ഡിലീറ്റ് ചെയ്തത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്ത ട്വീറ്റുകൾക്ക് ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്നും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും 2024 AISന്റെയും ഡാറ്റ താരതമ്യം ചെയ്യുമ്പോൾ പിശകൊന്നും സംഭവിച്ചതാണെന്നും ഒരു തരത്തിലുള്ള തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല എന്നും അദ്ദേഹം തന്റെ എക്സ് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ആയുധമാക്കുകയാണ് ബി.ജെ.പി. ഇപ്പോൾ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകളെ ചൂണ്ടിക്കാണിച്ച സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റിയിലെ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ സഞ്ജയ് കുമാർ 2 ദിവസത്തിന് ശേഷം പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്ത് ക്ഷമാപണം നടത്തിയതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ ബി.ജെ.പി. രംഗത്തേക്ക് വരികയാണ്. കോൺഗ്രസിന്റെ വോട്ട് ചോരി പ്രചരിപ്പിക്കാൻ ഗവേഷണ സ്ഥാപനം സ്ഥിരീകരിക്കാത്ത ഡാറ്റ പുറത്തുവിട്ടതായിട്ടാണ് ബി.ജെ.പിയുടെ ആരോപണം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആശ്രയിച്ച സ്ഥാപനം ഇപ്പോൾ അവരുടെ കണക്കുകൾ തെറ്റാണ് എന്ന് സമ്മതിച്ചതായിട്ട് മുതിർന്ന ബി.ജെ.പി. നേതാവും പാർട്ടിയുടെ IT മേധാവിയുമായ അമിത് മാളവ്യ പറഞ്ഞു. രാഹുൽ ഗാന്ധി യഥാർത്ഥ വോട്ടർമാരെ വ്യാജരായി മുദ്ര കുത്തിയതാണെന്നും രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും അമിത് മാളവ്യ ആവശ്യപ്പെടുകയാണ്. അതേസമയം സഞ്ജയ് കുമാർ ക്ഷമാപണം നടത്തിയെങ്കിലും കോൺഗ്രസ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നും CSDS എന്നത് കോൺഗ്രസിന്റെ ഡാറ്റ ശേഖരിച്ച സ്രോതസ്സുകൾ ഒന്നു മാത്രമാണെന്നും കോൺഗ്രസ് പാർട്ടി വക്താവ് സുജാത പോൾ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്നാൽ കർണാടകയിലെ മഹാദേവപുരം നിയമസഭാ മണ്ഡലത്തിലെ ഒരു കേസ് സ്റ്റഡിയായി അവതരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് കൊള്ള നടന്നതായി രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തിന് ഒരു പ്രശ്നം തോന്നിയതായും തുടർന്ന് അന്വേഷണം ആരംഭിച്ചതായിട്ടും കോൺഗ്രസ് നേതാവ് ആരോപിച്ചു. കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ 48 സീറ്റുകളിൽ 30 നേടിയ ഇന്ത്യ മുന്നണിക്ക് 5 മാസത്തിന് ശേഷം നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ 50 സീറ്റ് കടക്കാൻ പോലും കഴിഞ്ഞില്ല എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഈ ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളയുകയായിരുന്നുവെന്നും പറഞ്ഞു. കഴുത്തിന് കുത്തിപ്പിടിച്ച പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചതാണെന്നും ആർക്കും അറിയാം. സത്യത്തെ മൂടാൻ ഇങ്ങനെ നിരന്തരം ബി.ജെ.പി. ശ്രമിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരും കൂട്ടാണ് എന്നതാണ് ഇതിലൂടെ തെളിയുന്നത്. ജനാധിപത്യത്തെ കൊല ചെയ്ത ഈ വിഷയം സുപ്രീം കോടതി ഏറ്റെടുത്ത് നീതി നടപ്പിലാക്കണം, അല്ലെങ്കിൽ നമ്മളൊക്കെ രാജഭരണത്തിന്റെ കീഴിലായി പോകും.